ഹലോ. കടുപ്പത്തിൽ ഒരു കഥയുടെ ഈ സീസണിലെ 8ാമത്തെ എപ്പിസോഡാണ് ഇന്ന്. വായന പോലെ തന്നെ കേൾവിയും ആസ്വാദ്യമായതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരും കഥ കേൾക്കാനായി ഈ ചാനലിലെത്തുന്നത്. ഇന്ന് നമുക്ക് കഥയ്ക്ക് പകരം ഒരു ബുക്ക് റിവ്യൂ ആയാലോ? ബെന്യാമിൻ എന്ന എഴുത്തുകാരനെ കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. അത്രയ്ക്ക് മലയാള സാഹിത്യ രംഗത്ത് സ്വന്തം കസേര വലിച്ചിട്ട് ഇരുപുറപ്പിച്ചു കഴിഞ്ഞു ആ എഴുത്തുകാരൻ. നിങ്ങളിപ്പോൾ മനസ്സിലൂഹിച്ചതുപോലെ ബെന്യാമിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു കൃതിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനല്ല. കൊതിപ്പിക്കുന്ന, ഭ്രമിപ്പിക്കുന്ന നോവൽ എന്ന് ബെന്യാമിൻ ആമുഖമായി എഴുതിയ ഒരു ചെറിയ കൃതി. നിങ്ങൾ ചിലരൊക്കെ ഈ ബുക്ക് വായിച്ചിട്ടുണ്ടാകാം, പലരും ഇതേക്കുറിച്ച് കേട്ടിട്ടുണ്ടാകാം. ഇനി മറ്റു ചിലരാവട്ടെ ബുക്ക് വാങ്ങി വെച്ചിട്ടുണ്ടാവാം, ഷെൽഫിൽ പെൻഡിങ് ലിസ്റ്റിൽ ഇരിപ്പുണ്ടാവാം. എല്ലാവർക്കും രസിക്കാവുന്ന ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. വാക്കുകളുടെ വെളിച്ചവും തെളിച്ചവും പല രീതിയിൽ അനുവാചകരിലേക്ക് എത്തിക്കാറുള്ള ശ്രീ ബിപിൻ ചന്ദ്രൻ എഴുതിയ നോവൽ കപ്പിത്താൻ്റെ ഭാര്യ ആണ് ഇന്നെൻ്റെ കയ്യിൽ. ദിവസേന എന്ന പോലെ പുസ്തകശാലകൾ അനവധി ബുക്കുകൾ പുറത്തിറക്കുന്ന ഈ കാലത്ത് മാതൃഭൂമി ബുക്സ് 2021 പബ്ലിഷ് ചെയ്ത 100 പേജിൽ താഴെയുള്ള ഒരു നോവൽ ഞാൻ കയ്യിലെടുക്കാൻ കാരണം അതിൻ്റെ റീഡബിലിറ്റി തന്നെയാണ്. ആദ്യ വായനയിൽ രസിപ്പിച്ചത് പോരാതെ ഇടയ്ക്കിടെ ബുക്ക് ഷെൽഫിൽ നിന്ന് തല നീട്ടി എന്നെ പ്രലോഭിപ്പിക്കുന്ന ഒരു കുഞ്ഞൻ നോവൽ. അനായാസ വായനയ്ക്കുള്ളതാണ് എന്നത് ആദ്യമേ പറയുന്നു. ബിപിൻ ചന്ദ്രനെ കുറിച്ച് 2 വാക്ക്. പൊൻകുന്നംകാരനായ മലയാളം അധ്യാപകൻ. ശ്രദ്ധേയമായ പല ജനപ്രിയ സിനിമകളുടെയും തിരക്കഥയും സംഭാഷണവും ചെയ്തിട്ടുണ്ട്. ചലച്ചിത്ര ലേഖനത്തിനും ചലച്ചിത്ര ഗ്രന്ഥത്തിനും അവാർഡുകൾ നേടിയിട്ടുള്ള അദ്ദേഹം സിനിമകളെക്കുറിച്ച് സ്ഥിരമായി ലേഖനങ്ങൾ എഴുതാറുണ്ട്. പുസ്തകരചന, വിവർത്തനം എന്നിവയിലൊക്കെയും സ്വന്തം സ്റ്റാമ്പ് പതിപ്പിച്ചിട്ടുണ്ട്. ഒഴുക്കോടെയുള്ള തൻ്റെ സംഭാഷണങ്ങൾ കൊണ്ട് കേൾവിക്കാരെ പിടിച്ചിരുത്താറുണ്ട് എന്നത് എൻ്റെ സ്വന്തം അനുഭവം. കേരളത്തിൻ്റെ ഒരു പഴയ കപ്പലുണ്ടായിരുന്നു. MV കൈരളി എന്നായിരുന്നു പേര്. യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ ഏതോ മായയിൽ എന്ന വണ്ണം ആഴങ്ങളിൽ മറഞ്ഞുപോയ കൈരളിയുടെ ക്യാപ്റ്റൻ മരിയാദാസിനെ തൻ്റെ മരണം വരെ കാത്തിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള ചിന്തകൾ നീണ്ടുവന്ന് നെഞ്ചത്തുടക്കി പിടിക്കുന്ന ആ ഒരു നീറ്റൽ, അതാണ് കപ്പിത്താൻ്റെ ഭാര്യ എന്ന ഈ ബുക്കിൻ്റെ ട്രിഗർ. ഏതെഴുത്തും ഓർമ്മകളുടെ പലതരത്തിലുള്ള നിരത്തിവെക്കലാണ് എന്ന് മാർക്വേസ് പറഞ്ഞിട്ടുണ്ട്. പ്രകടമായ ഒരു ബന്ധവും പറയാനില്ലാത്ത കാര്യങ്ങൾ പോലും പരോക്ഷമായി എഴുത്തിൻ്റെ രാസവിദ്യയെ പരിവർത്തിപ്പിക്കുന്നതെങ്ങനെ എന്ന് മനസ്സിലാക്കി തന്ന പരീക്ഷണശാലയായിരുന്നു ഈ പുസ്തകം എന്ന് ബിപിൻ ചന്ദ്രൻ സമ്മതിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഇന്നുവരെ ഒരു കപ്പലിൽ സഞ്ചരിച്ചിട്ടില്ല, കപ്പിത്താന്മാരെ ആരെയും കണ്ടിട്ടുമില്ല. ആ സത്യം ആദ്യം തന്നെ തുറന്നു പറയുന്ന ഈ എഴുത്തുകാരനെ മോബി ഡിക്കും റോബിൻസൺ ക്രൂസോയും ഇലിയഡും ഒഡിസിയും ഹെമിംഗ്വേയുടെ സാന്റിയാഗോയും ഒക്കെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. നിരവധി ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥയും സംഭാഷണവും രചിച്ച നോവലിസ്റ്റിന് ഭാഷയുടെ ആ മാജിക് അനായാസേന വഴങ്ങുന്നതാണ്. സ്വതസിദ്ധമായ നർമ്മത്തോടൊപ്പം മധ്യതിരുവിതാംകൂറിലെ അച്ചായന്മാരുടെ ഭാഷ കൃത്യം ചേരുവയിൽ ഒത്തുചേരുമ്പോൾ ഈ നോവൽ ഹൃദ്യമായ ഒരു അനുഭവമായി മാറുന്നു. കഥാപാത്രങ്ങളായ തോമസ് കുട്ടി, ആനി, റോസ്ലി ആൻറ്റി, ജോൺ ഫെർണാണ്ടസ് ഒക്കെ എല്ലാവരും ചേർന്ന് വായനക്കാരെ ഈ പുസ്തകത്തിലേക്ക് വലിച്ചിട്ട് കളയുന്നു. രസകരങ്ങളായ നിരീക്ഷണങ്ങളെ അതിസമർത്ഥമായി വിളക്കി ചേർക്കുന്ന ആ രാസവിദ്യ അറിയാമെന്ന് മാത്രമല്ല അവസരത്തിനൊത്ത് പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട് എഴുത്തുകാരൻ. ഈ നോവൽ ഒറ്റയടിക്ക് വായനക്കാരൻ്റെ ഉള്ളിൽ കയറുന്നതിൻ്റെ രഹസ്യവും മറ്റൊന്നല്ല. തുടങ്ങിക്കഴിഞ്ഞാൽ അവസാന പേജിൽ എത്തുന്നതുവരെ ഈ പുസ്തകം താഴെ വയ്ക്കാൻ പാവം വായനക്കാരനും കഴിയില്ല. ബെന്യാമിൻ ആമുഖം അവസാനിപ്പിക്കുമ്പോൾ വളരെ രസകരമായ ഒരു കാര്യം പറയുന്നുണ്ട്. വായിക്കാൻ കൊള്ളാവുന്ന ഒരു കഥ വേണമെങ്കിൽ മടിക്കാതെ ഇങ്ങോട്ട് വന്നോളൂ, ബാറിൽ കയറി ഒരു നിപ്പനടിക്കുന്ന മട്ടിൽ ഒറ്റയടിക്ക് ഒരു കഥ ആസ്വദിച്ചിട്ട് പോയിക്കോളൂ, മുഷിയില്ല. നിങ്ങൾക്കറിയാനായി ഈ നോവലിൽ നിന്ന് ഒരു ചെറിയ ഭാഗം കേട്ടാലോ? 78ാം വയസ്സിലും ചുഴി മലരി
കാറ്റും കോളുമുള്ള കടലിൻ്റെ തിരപ്പുറത്തൂടെ അരിക്കാശ് തേടി പോകുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ജീവിതമെന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഗതി തന്നെയാണെന്ന് അവന് തോന്നി. ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്ന എത്ര വളവ് തിരിവുകളാ ഓരോരുത്തരുടെ മുന്നിലുള്ള വഴിയിലൊക്കെ പാത്തും പതുങ്ങിയും ഇരിക്കുന്നതെന്നൊക്കെ ഓർത്ത് തന്നെത്താനൊരു തത്വചിന്തകനായി തോമസ് ഊട്ടി. ജീവിതത്തെപ്പറ്റി അങ്ങനെ അന്തവും കുന്തവും ഇല്ലാതെ ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ലെന്ന പക്ഷക്കാരനായിരുന്നു ലോപ്പസ്. കടലാകുമ്പോൾ തിരകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു തിര വന്നു പോകുമ്പോൾ നമ്മൾ രക്ഷപ്പെട്ടെന്നോർത്ത് സമാധാനിക്കും. സമാധാനിച്ചിരിക്കുമ്പോൾ പിന്നെയും വരും ഓർക്കാപ്പുറത്ത് തിരകൾ. പക്ഷെ പേടിക്കരുത്, പേടിച്ചാൽ തീർന്നു. തലയ്ക്കുമിതെ തിര വന്ന തിരയ്ക്കുമിതെ തോണി. അങ്ങനെ പോകുന്ന കഥാകഥനത്തിൽ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളോ ഭാഷാ പ്രയോഗങ്ങളോ ഇല്ല. യൂസർ ഫ്രണ്ട്ലി എന്ന് പറയുന്നത് പോലെ തികച്ചും ലളിതം. ചില പുസ്തകങ്ങളുടെ പേജുകൾ മറിയുന്നത് മലവെള്ളപ്പാച്ചിൽ പോലെയാണെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലുമൊക്കെ? വരുന്ന വഴിയിലുള്ള സകലതും എടുത്തുകൊണ്ടൊരു പോക്കാണ്. കപ്പിത്താൻ്റെ ഭാര്യയിൽ എഴുത്തുകാരൻ സ്പർശിച്ചു പോകുന്ന പലതും നമ്മൾ വായനക്കാരിൽ ഓർമ്മകളുടെ ഒഴുക്കാണ് ഉണ്ടാക്കുന്നത്. മനഃപൂർവ്വം മറന്നുപോയതല്ലെങ്കിലും ഓർമ്മയിൽ നിന്ന് വിട്ടുപോയ പലതും തിരികെ വരുന്ന മനോഹരമായ അനുഭവം സൃഷ്ടിക്കാൻ ഈ കൃതിക്കാവുന്നുണ്ട്. ചില സിനിമാ പേരുകൾ വായിക്കുമ്പോൾ അതോട് ബന്ധപ്പെട്ട കാലവും സമയവുമൊക്കെ അങ്ങനെ തെളിഞ്ഞു വരുന്നു. കഥയുടെ അവസാന ഭാഗത്ത് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ടൈറ്റാനിക് കടന്നു വരുന്നത്. അറ്റ്ലാന്റിക്കിൻ്റെ അഗാധതയിലേക്ക് താഴ്ന്നു പോയ പ്രണയത്തിന് അടിക്കുറിപ്പാകാൻ ഒക്ടേവിയ പാസിൻ്റെ വരികളോളം യോജിച്ച ഒന്നും തന്നെ ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല എന്ന് ആമുഖത്തിൽ ബിപിൻ ചന്ദ്രൻ പറയുന്നുണ്ട്. ബഷീർ ശൈലി കടമെടുത്താൽ എന്തൊരു എഴുത്താണ് എൻ്റെ പഹയ എന്ന് ബിപിൻ ചന്ദ്രനെ കാണുന്ന വായനക്കാരൻ ചോദിച്ചു പോകും. കപ്പിത്താൻ്റെ ഭാര്യ എന്ന നോവൽ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അന്നേരം ആകാശത്തെ നക്ഷത്രങ്ങളെല്ലാം താഴോട്ട് നോക്കി ചിരിച്ചോണ്ട് നിപ്പുണ്ടായിരുന്നു. രണ്ടുപേർ ഉമ്മ വെക്കുമ്പോൾ ലോകം മാറുന്നു എന്നെഴുതി വെച്ച കവിയായിരുന്നു അതിലൊരു നക്ഷത്രം. കവികളുടെ കവിയായ ഒക്ടേവിയ പാസ് മരിച്ചതും സിനിമയിലെ കവിതയായ ടൈറ്റാനിക് ജനിച്ചതും ഒരേ വർഷമായിരുന്നല്ലോ. രസകരമായ ഒരു നോവൽ വായിച്ച തൃപ്തിയിൽ ഒരു പുഞ്ചിരിയോടെ കപ്പിത്താൻ്റെ ഭാര്യ മടക്കി വെക്കാം. വായിച്ചിട്ടില്ലാത്തവർ ഈ പുസ്തകം സംഘടിപ്പിക്കൂ. മാതൃഭൂമി പുസ്തകശാലയിൽ അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. വായിച്ചവർക്ക് ഞാൻ ഈ പറയുന്നത് കേട്ട് ഒന്നുകൂടി മറിച്ചു നോക്കാൻ തോന്നി എന്ന് വിചാരിക്കുന്നു. രസകരമായ ഇത്തരം പുസ്തക പരിചയപ്പെടുത്തലുകൾ നമുക്കിടയ്ക്കൊക്കെ ആവാം അല്ലേ? എന്നും കഥ തന്നെ ആയാൽ മടുക്കില്ലേ? ഒരു ചേഞ്ചൊക്കെ ആവാം. അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണം. ആവശ്യങ്ങൾ പലതുണ്ട്. ഇനി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ അടുത്ത ആഴ്ച കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്.